Hello all. Chemical Examiners Laboratory സയൻറ്റിഫിക് ഓഫീസർ എക്സാമിൻ്റെ PYQ അനാലിസിസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 2021 ഇയറിൽ നടന്ന സയൻറ്റിഫിക് ഓഫീസർ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മറ്റൊരു സെക്ഷനായിട്ടാണ് വന്നിട്ടുള്ളത്. അതിൽ തന്നെ ഫോറൻസിക് സയൻസിൻ്റെ ഉള്ള ഫിസിക്കൽ സയൻസസിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തിരുന്നു, ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെമിസ്ട്രിയിൽ നിന്ന് 30 ക്വസ്റ്റ്യൻസ്, ബയോകെമിസ്ട്രിയിൽ നിന്ന് 30 ക്വസ്റ്റ്യൻസ്, അതേപോലെ ഫോറൻസിക്കിൽ നിന്ന് 40 ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഫോറൻസിക്കിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഇനി വരുന്ന എക്സാമിനും ഇതേ തന്നെ പാറ്റേൺ ഫോളോ ചെയ്യാനും സാധ്യതയുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ഫോറൻസിക്കിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. അപ്പോൾ അത് നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുന്നത് നിങ്ങൾക്ക് കുറച്ചും കൂടി അണ്ടർസ്റ്റാൻഡബിൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിസിക്കൽ സയൻസസിൽ നിന്ന് ചോദിച്ചിട്ടുള്ള, അതായത് ഫോറൻസിക് സയൻസിൻ്റെ തന്നെ ഒരു മൊഡ്യൂളായിട്ടുള്ള ഫിസിക്കൽ സയൻസസിൽ നിന്ന് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ദ കോമൺ ഷേപ്സ് ഓഫ് ക്രിസ്റ്റലൈൻ പിഗ്മെൻറ്റ്സ് ആർ 1 സ്പിറിക്കൽ, 2 ക്യൂബിക്, 3 റെക്ടാങ്കുലർ, 4 നീഡിൽ ഷേപ്ഡ്. അപ്പോൾ ഇതിനകത്ത് ഓപ്ഷൻസ് വന്നിട്ടുള്ളത് A 1, 2 and 3 ഓൺലി, B 1, 2 and 4 ഓൺലി, C 1, 3 and 4 ഓൺലി, D 2, 3 and 4 ഓൺലി. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഏത് കോണ്ടെക്സ്റ്റിലാണെന്നുള്ളത് നമുക്ക് ആദ്യം അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ളത്, ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് പെയിൻ്റ് എന്ന് പറയുന്ന സെക്ഷനിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. മൊഡ്യൂൾ 2-ലുള്ള പെയിൻ്റ് എന്ന് പറയുന്ന സെക്ഷനിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ പൊതുവേ പെയിൻറ്റ് ഫോറൻസിക് അനാലിസിസിൽ വരുന്നത് വെഹിക്കിൾ ആക്സിഡൻറ്റ് കേസസിൽ, അത്തരത്തിലുള്ള കേസുകളിലാണ് ഈ പെയിൻറ്റിൻ്റെ അനാലിസിസ് പൊതുവായിട്ട് വരാറുള്ളത്. അപ്പോൾ എവിഡൻസ് വിൽ ബി പെയിൻറ്റ് സാമ്പിൾസ് കളക്റ്റഡ് ഫ്രം ബോത്ത് വെഹിക്കിൾസ് ഇൻവോൾവ് ഇൻ ദ ആക്സിഡൻറ്റ്. ഇപ്പോൾ ഒരു വെഹിക്കിൾ ആക്സിഡൻറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ ആ 2 വെഹിക്കിൾസിൽ നിന്നും ഈ പെയിൻറ്റ് സാമ്പിൾസ് കളക്ട് ചെയ്ത് അതിൻ്റെ അനാലിസിസ് നമ്മൾ ചെയ്ത് ഇത് ഏത് വെഹിക്കിളിൽ നിന്ന് വന്ന പെയിൻറ്റ് സാമ്പിൾ ആണ് എന്നാണ് കണ്ടെത്തുക. അപ്പോൾ അതാണ് ഈ പെയിൻറ്റിൻ്റെ ഒരു റെലവൻസ് എന്ന് പറയുന്നത് ഫോറൻസിക് അനാലിസിസ് വരുമ്പോൾ. ഇനി നമുക്കിനി ക്വസ്റ്റ്യൻ്റെ ആൻസറിങ് പാർട്ടിലേക്ക് കടക്കാം. അപ്പോൾ ഈ തന്നിട്ടുള്ളത് എങ്ങനെ നമുക്ക് ഈ കൊടുത്തിട്ടുള്ള ഓപ്ഷനുമായിട്ട് ലിങ്ക് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിൽ തന്നെ കുറച്ച് കീവേഡ്സ് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഷേപ്സ് ഓഫ് ക്രിസ്റ്റലൈൻ പിഗ്മെൻറ്റ്സ്. അപ്പോൾ ഈ ക്രിസ്റ്റലൈൻ പിഗ്മെൻറ്റ്സിൻ്റെ ഷേപ്പിനെ കുറിച്ചാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതിനു മുന്നേ തന്നെ പെയിൻറ്റിനെ കുറിച്ചൊരു ധാരണ നമുക്ക് വേണം. എന്താണ് പിഗ്മെൻറ്റ്സിൻ്റെ ഇമ്പോർട്ടൻസ്? ഒരു പെയിൻറ്റ് എന്ന് പറഞ്ഞ ഒരു സാമ്പിൾ എടുത്താൽ അതിൽ പിഗ്മെൻറ്റ് എന്ന് പറയുന്നതിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്, അല്ലെങ്കിൽ എന്താണ് പിഗ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് ആദ്യം നോക്കാം. പെയിൻറ്റിൻ്റെ കണ്ടൻസ് എടുത്താൽ, ഇപ്പോൾ ഒരു പെയിൻറ്റ് സാമ്പിൾ എടുത്താൽ അതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു പെയിൻറ്റ് സാമ്പിൾ ഫോം ചെയ്തിട്ടുള്ളത് പല മിക്സ്ചേഴ്സിൻ്റെ കോമ്പിനേഷൻ വഴിയാണ്. അപ്പോൾ അതിലൊരു സോൾവെൻ്റ് ഉണ്ടാവും, ലിക്വിഡ് അഡിറ്റീവ്സ് ഉണ്ടാവും, ബൈൻഡേഴ്സ് ഉണ്ടാവും, അതേപോലെ പിഗ്മെൻ്റ് ഉണ്ടാവും. ഇതിൽ വരുന്ന ഈ പിഗ്മെൻറ്റിനെ കുറിച്ചിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. പിഗ്മെൻറ്റിൻ്റെ അകത്തുള്ള കോമ്പണൻസിൻ്റെ ക്രിസ്റ്റലൈൻ ഷേപ്പിനെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ പിഗ്മെൻറ്റ് എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. എ പെയിൻറ്റ് പിഗ്മെൻറ്റ് ഈസ് എ ഫൈൻലി ഗ്രൗണ്ട് ഓർഗാനിക് ഓർ ഇൻഓർഗാനിക് ഇൻസൊല്യൂബിൾ സോളിഡ് പാർട്ടിക്കിൾ ദാറ്റ് ഈസ് ഡിസ്പേഴ്സ്ഡ് ഇൻ എ ലിക്വിഡ് ബൈൻഡർ to provide color, opacity and certain physical properties to the paint and coatings. അപ്പോൾ പിഗ്മെൻ്റ് എന്ന് പറയുന്നത് ആ പെയിൻറ്റിന് കളർ കൊടുക്കുന്ന ഒരു കോമ്പണൻ്റ് ആണ്. അതേപോലെ അതെന്ന് പറയുന്നത്, പിഗ്മെൻ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഓർഗാനിക്കോ ഇൻഓർഗാനിക്കോ ആയിട്ടുള്ള ഇൻസൊല്യൂബിൾ ആയിട്ടുള്ള ഫൈൻലി ഗ്രൗണ്ട് ആയിട്ടുള്ള മെറ്റീരിയൽസിനെയാണ്, അല്ലെങ്കിൽ പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ പിഗ്മെൻ്റ് എന്ന് പറയുക. ഇനി പിഗ്മെൻ്റ് എന്ന് പറയുമ്പോൾ പല രീതിയിലുണ്ട്. നാച്ചുറൽ പിഗ്മെൻറ്റ്സ് ഉണ്ട്, എക്സാമ്പിളാണ് ക്ലേ, മൈക്ക, സിലിക്ക. ഇതൊക്കെ സിന്തറ്റിക് പിഗ്മെൻറ്റ്സ് ഉണ്ട്, പൈറോജനിക് സിലിക്ക, പ്രിസിപ്പിറ്റേറ്റഡ് CaCO3, ഇതെല്ലാം. ഇനി മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന വൈറ്റ് കളറിലെ പിഗ്മെൻ്റ് എന്ന് പറയുന്നത് ടൈറ്റാനിയം ഡയോക്സൈഡ് ആണ്. അതിന് റൂട്ടൈൽ എന്ന് പറയും. ഇനി അതിൻ്റെ തന്നെ മറ്റൊരു ക്രിസ്റ്റൽ ഫോമിന്, ടൈറ്റാനിയം ഡയോക്സൈഡിൻ്റെ ഒരു ക്രിസ്റ്റൽ ഫോം കൂടിയുണ്ട്, അതിന് നമ്മൾ അനാറ്റീസ് എന്നും കൂടെ പറയും. അപ്പോൾ ഈ പേരുകളെല്ലാം നിങ്ങൾ ഓർത്തിരിക്കുക. കാരണം നിലവിൽ ഈ ക്വസ്റ്റ്യനിൽ ഇതിനെക്കുറിച്ചല്ല ചോദിച്ചിട്ടുള്ളത്. പക്ഷേ ഇനി വരുന്ന ക്വസ്റ്റ്യനിൽ പിഗ്മെൻറ്റ്സിൻ്റെ എക്സാമ്പിൾസോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചോ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും. അപ്പോൾ ആ എക്സാമിൻ്റെ പ്രിപ്പറേഷനിൽ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും. അപ്പോൾ പിഗ്മെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കി. ഇനി
പിഗ്മെൻറ്റിൻ്റെ ക്രിസ്റ്റൽ സ്ട്രക്ചർ. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞു സോളിഡ് ആയിട്ടുള്ള ഇൻസൊല്യൂബിൾ ആയിട്ടുള്ള ഓർഗാനിക് ഓർ ഇൻഓർഗാനിക് ആയിട്ടുള്ള മെറ്റീരിയലാണ് പിഗ്മെൻ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു കോമ്പൗണ്ടാണ് പിഗ്മെൻ്റ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പിഗ്മെൻറ്റിൻ്റെ ക്രിസ്റ്റൽ സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു സോളിഡ് ആണെന്ന് പറഞ്ഞു ഓൾറെഡി അല്ലേ. അപ്പോൾ അതിനൊരു ക്രിസ്റ്റൽ സ്ട്രക്ചർ ഉണ്ടാകാം. അപ്പോൾ ആ ക്രിസ്റ്റൽ സ്ട്രക്ചർ ഏതൊക്കെ തരത്തിലാണ് ക്രിസ്റ്റൽ സ്ട്രക്ചേഴ്സ് ഉള്ളത് എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സ്ഫിറിക്കൽ സ്ട്രക്ചർ ഉണ്ട്, പക്ഷെ അത് യൂഷ്വലി അത് ആരും യൂസ് ചെയ്യാറില്ല, അൺലൈക്ലി ഇൻ പ്രാക്ടീസ് ആണ്. പിന്നെ വരുന്നതാണ് നോഡുലർ സ്ട്രക്ചർ. അതൊരു ഇറഗുലർ ഷേപ്ഡ് സ്ട്രക്ചറാണ്, ഇവിടെ കൊടുത്തിട്ടുണ്ട് സ്ഫിറിക്കൽ, നോഡുലാർ. പിന്നെ വരുന്നതാണ് ക്യൂബ്സ് അല്ലെങ്കിൽ പ്രിസ്മാറ്റിക്. ഇതാണ് ക്യൂബിക്കൽ അല്ലെങ്കിൽ പ്രിസ്മാറ്റിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് നീഡിൽ ലൈക്ക് അല്ലെങ്കിൽ അസിക്യുലാർ സ്ട്രക്ചർ. ഇതാണ് നീഡിൽ അല്ലെങ്കിൽ അസിക്യുലാർ സ്ട്രക്ചർ. പിന്നെ വരുന്നതാണ് പ്ലേറ്റ്ലെറ്റ് ലൈക്ക് അല്ലെങ്കിൽ ലാമെല്ലാർ സ്ട്രക്ചർ. ഇതാണ് പ്ലേറ്റ്ലെറ്റ് ലൈക്ക് അല്ലെങ്കിൽ ലാമെല്ലാർ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാണുന്ന ക്യൂബ്സ് അല്ലെങ്കിൽ പ്രിസ്മാറ്റിക്, നീഡിൽ ലൈക്ക്, പ്ലേറ്റ് ലൈക്ക് ഇതെല്ലാം ഒരു റെക്ടാങ്കുലർ ടൈപ്പ് ഓഫ് ക്രിസ്റ്റൽ സ്ട്രക്ചറാണ്. മറ്റു രണ്ടും വേറെ തരത്തിലുള്ളത് തന്നെയാണ്. പക്ഷേ ഇതിൽ ഏറ്റവും കോമൺ ആയിട്ട് പിഗ്മെൻറ്റുകളിൽ ഉപയോഗിക്കുന്നത് ഈ പറയുന്ന ക്യൂബ്സ് അല്ലെങ്കിൽ പ്രിസ്മാറ്റിക് അല്ലെങ്കിൽ നീഡിൽ ലൈക്ക് സ്ട്രക്ചേഴ്സാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് വെച്ച് നോക്കുമ്പം നമ്മൾ തന്നിട്ടുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത് സ്ഫിറിക്കൽ, ക്യൂബിക്, റെക്ടാങ്കുലർ ആൻഡ് നീഡിൽ ഷേപ്ഡ് ആണ്. അപ്പോൾ അതിൽ സ്ഫിറിക്കൽ നമ്മൾ അധികമായിട്ട് ഉപയോഗിക്കില്ല എന്ന് തന്നെ പറഞ്ഞു. പിന്നെ ഏറ്റവും പ്രോബിലിറ്റി ഉള്ള ചാൻസസ്, ആൻസറിന് വരാനുള്ള ചാൻസസ് എന്ന് പറയുന്നത് ക്യൂബിക്കും റെക്ടാങ്കുലറും നീഡിൽ ഷേപ്ഡും ആണ്. അപ്പോൾ നമ്മൾക്ക് ഈ 3ഉം 2ഉം 3ഉം 4ഉം വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഡി ആണ്. അപ്പോൾ 2, 3 ആൻഡ് 4 ഉള്ളൂ. അപ്പോൾ ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ ഈ പറഞ്ഞ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പെയിൻറ്റിൽ നിന്ന് പൊതുവേ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. പെയിൻറ്റിൻ്റെ കോമ്പോസിഷനെ കുറിച്ചും നിങ്ങൾ നോക്കി വെക്കണം എക്സാമിന് പോകുമ്പോൾ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ പാർട്ടിക്കിൾ സൈസ് ഓഫ് സാൻഡ് ഇൻ ടേംസ് ഓഫ് ഗ്രെയിൻ സൈസ് ഈസ് എ 64 mm to 2048 mm, B 2 mm to 64 mm, C 63 microns to 2000 microns, D 2 microns to 63 microns. അപ്പോൾ ഇവിടെ സാൻഡിനെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആക്ച്വലി സോയിൽ എന്ന് പറയുന്ന സെക്ഷനിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത്, മൊഡ്യൂൾ 2 ഇൻ ദ സിലബസ്. അപ്പോൾ മൊഡ്യൂൾ 2 ഫിസിക്കൽ സയൻസസ് എന്ന് പറയുന്ന മൊഡ്യൂളാണ്, അതിനകത്ത് സോയിൽ എന്ന് പറയുന്ന സെക്ഷനിൽ നിന്നാണ് ഇത് ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ സോയിൽ എന്ന് പറയുമ്പോൾ യൂഷ്വലി ക്രൈംസ് ഇൻവോൾവിങ് ഷൂ പ്രിൻറ്റ്സ് ഇൻ സോയിൽ ഓർ എനി അതർ റെലവൻറ്റ് എവിഡൻസ് ഇൻവോൾവിങ് സോയിൽ, സോയിലായിട്ട് കോൺടാക്റ്റ് വരുന്ന തരത്തിലുള്ള എവിഡൻസസ് ഇൻവോൾവ് ചെയ്യുന്ന ക്രൈംസിലാണ് പൊതുവേ സോയിൽ അനാലിസിസ് പ്രിഫർ ചെയ്യുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ സസ്പെക്റ്റഡ് സോയിൽ ഈസ് കളക്റ്റഡ് ഫ്രം ദ ഷൂസ്, അതായത് ഒരു ഷൂവിൽ നിന്ന് നമുക്ക് സോയിൽ സാമ്പിൾ കളക്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ കൺട്രോൾ സാമ്പിൾ നമ്മൾ ക്രൈം സീനിൽ നിന്നും കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്ത് നമ്മൾ ഇത് രണ്ടും സെയിം ഒറിജിൻ ആണോ ഇല്ലയോ എന്ന് ആണ് പൊതുവേ കണ്ടെത്തുക. അതാണ് നമ്മൾ പൊതുവേ ലാബിൽ ചെയ്യുന്ന എക്സാമിനേഷൻ എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ആ സോയിലിൻ്റെ ഒറിജിൻ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പൊതുവേ സോയിൽ അനാലിസിസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ സസ്പെക്റ്റ് ആ സ്ഥലത്ത് പോയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു കൺഫർമേഷൻ നമുക്ക് കിട്ടും. സോ അങ്ങനെയുള്ള ക്രൈംസിലാണ് പൊതുവെ സോയിൽ അനാലിസിസ് ചെയ്യുക. ഇനി നമുക്ക് സോയിലിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എന്താണെന്നുള്ളത്. അപ്പോൾ സോയിൽ എന്ന് പറയുമ്പോൾ തന്നെ ഇറ്റ്സ് എ നാച്ചുറൽ അക്യുമുലേഷൻ ഓഫ് വെതേർഡ് റോക്സ്, മിനറൽസ് ആൻഡ് ഡീകമ്പോസിംഗ് പ്ലാന്റ് മാറ്റർ. സോയിൽ മേ ഓൾസോ കണ്ടെയ്ൻ മാൻ-മെയ്ഡ് മെറ്റീരിയൽസ് സച്ച് ആസ് ബ്രിക്ക്, റൂഫിംഗ്, ഷിംഗിൾസ്, കോൺക്രീറ്റ്, ഗ്ലാസ് ഓർ പെയിൻറ്റ്. Soil origin can be determined by comparing soil color, texture, composition and density. അപ്പോൾ സോയിൽ എന്ന് പറയുമ്പോൾ അത് ഒരു ഹെട്രോജീനിയസ് ആയിട്ടുള്ള ഒരു മിക്സ്ചറാണ്. ഓരോ സോയിൽ ടൈപ്പിനും ഓരോ ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹെട്രോജീനിയസ് ആയതുകൊണ്ട് തന്നെ ഒരു ലൊക്കേഷനിലുള്ള സോയിൽ മറ്റൊരു ലൊക്കേഷനിൽ നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. അപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ യുണീക്നെസ്. അത് വെച്ച് നമുക്ക് പറയാൻ പറ്റും ഈ സോയിൽ സാമ്പിൾ ഒറിജിനേറ്റ് ചെയ്തത് ഈ ഷൂസിൽ നിന്ന് തന്നെയാണോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ഇതാണ് ഈ ഒരു തോട്ട് പ്രോസസ്സാണ് നമ്മൾ അനാലിസിസ് പാർട്ടിൽ യൂസ് ചെയ്യുക. ഇനി നമുക്ക് സോയിലിൻ്റെ ഗ്രെയിൻ സൈസ് എങ്ങനെയാണ്, അപ്പോൾ സോയിലിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ കോമ്പോസിഷൻ, അതിൻ്റെ സൈസിനെയും കളറിനെയും എല്ലാം ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ സോയിലിന് പല കാറ്റഗറി ഓഫ് സോയിലുണ്ട്. അപ്പോൾ ഈ സോയിലിൻ്റെ സൈസ് അനുസരിച്ച് സോയിലിനെ എങ്ങനെയാണ് കാറ്റഗറൈസ് ചെയ്തേക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഇത് ആസ് പെർ സ്റ്റാൻഡേർഡ് ISO യൂറോനോംസ് 14688 എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡിനെ ബേസ് ചെയ്തിട്ടുള്ള കാറ്റഗറൈസേഷൻ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് സോയിലിനെ
കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സോയിൽ എന്ന് പറയുമ്പോൾ അതിൽ ക്ലേ വരാം, സിൽറ്റ് വരാം, സാൻഡ് വരാം, ഗ്രേവൽ വരാം, കോബിൾസ് വരാം, ബോൾഡേഴ്സ് വരാം. അപ്പോൾ ഇതിൻ്റെ സൈസ് അനുസരിച്ച് ഇതിനെ കാറ്റഗറൈസ് ആണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ MM കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 0.002 mm ആണെന്നുണ്ടെങ്കിൽ 2.063 mm വരെയാണെന്നുണ്ടെങ്കിൽ അതിന് സിൽറ്റ് എന്ന് പറയും. 0.002 താഴെയാണെങ്കിൽ ക്ലേ എന്ന് പറയും. ഇതിൻ്റെ ഇടയിലാണ് 0.063യുടെയും 2ൻ്റെ ഇടയിലാണെന്നുണ്ടെങ്കിൽ സാൻഡ് എന്ന് പറയും. 2നും 63ൻ്റെ ഇടയിലാണെങ്കിൽ ഗ്രേവൽ, പിന്നെ അതിന് മുകളിലേക്ക് കോബിൾസ് എന്നും ബോൾഡേഴ്സ് എന്നും പറയും. അപ്പോൾ നമ്മളുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ പാർട്ടിക്കിൾ സൈസ് ഓഫ് സാൻഡ് ഇൻ ടേംസ് ഓഫ് ഗ്രെയിൻ സൈസ് അനുസരിച്ച് സാൻഡിൻ്റെ പാർട്ടിക്കിൾ സൈസ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാക്കാം 0.063 mm to 2 mm ആണ്. അതിനെ നമ്മൾ മൈക്രോൺസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് 63 മൈക്രോൺസ് ടു 2000 മൈക്രോൺസ് എന്ന് കിട്ടും. അപ്പോൾ സാൻഡിൻ്റെ ഗ്രെയിൻ സൈസ് നമുക്ക് എത്രയാണെന്ന് കിട്ടി? 63 മൈക്രോൺ ടു 2000 മൈക്രോൺസ് എന്നുള്ളത് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ ഒന്നും കൂടെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. ദ പാർട്ടിക്കിൾ സൈസ് ഓഫ് സാൻഡ് ഇൻ ടേംസ് ഓഫ് ഗ്രെയിൻ സൈസ് എത്രയാണെന്ന് നമുക്ക് ഇതിൽ നിന്ന് കിട്ടി? 63 മൈക്രോൺസ് ടു 2000 മൈക്രോൺസ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ വരുന്നത്. അപ്പോൾ ഗ്രെയിൻ സൈസ് ബേസ് ചെയ്ത് എങ്ങനെയാണ് സോയിലിനെ കാറ്റഗറൈസ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനിയുള്ള ക്വസ്റ്റ്യൻസിൽ മേ ബി സാൻഡിന് പകരം വേറെ ഏതെങ്കിലും സോയിൽ ടൈപ്പ് ചോദിക്കാം. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് നിങ്ങൾ നോക്കി വയ്ക്കുക. അതിനകത്ത് എങ്ങനെയാണ് കാറ്റഗറൈസ് ചെയ്തേക്കുന്നത് നോക്കി വയ്ക്കുക. നിങ്ങൾക്ക് കുറച്ചുകൂടെ ഇനിയുള്ള ക്വസ്റ്റ്യൻസ് അപ്പോൾ ഇത് റിലേറ്റഡ് ആയിട്ട് വന്നാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്തതാണ് A metal is suitable for casting of tool mark if its melting point is high, specific gravity is high, melting point is low, specific gravity is low. അപ്പോൾ ടൂൾ മാർക്സിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ടൂൾ മാർക്സ് ഫ്രം മൊഡ്യൂൾ 9 എന്ന സെക്ഷനിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ടൂൾ മാർക്സ് പൊതുവെ ബർഗ്ലറി അല്ലെങ്കിൽ വീട് പൊളിച്ചു കയറുക, വിൻഡോസ് പൊളിച്ചു കയറുക, അങ്ങനെയുള്ള കേസുകളിലാണ്. ബ്രേക്ക് ഓപ്പൺ ഡോസ്, വിൻഡോസ് ഷെൽഫ്സ്, അങ്ങനത്തെ അത്തരത്തിലുള്ള ബർഗ്ലറി അല്ലെങ്കിൽ തെഫ്റ്റ് കേസുകളിലൊക്കെയാണ് ഈ ടൂൾ മാർക്കുകൾ നമുക്ക് പൊതുവെ എവിഡൻസ് ആയിട്ട് കളക്ട് ചെയ്യാൻ പറ്റാറ്. അപ്പോൾ ടൂൾ മാർക്സ് എന്ന് പറയുന്നത് ആ വെപ്പണിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. ഏത് വെപ്പണാണ് ഉപയോഗിച്ചിട്ടുള്ളത്, അതിനകത്ത് ആ ടൂളിലുള്ള യുണീക്ക് മാർക്സ് അല്ലെങ്കിൽ ടൂൾ മാർക്കിലുള്ള യുണീക്ക് മാർക്സ് നോക്കിയിട്ടാണ് നമ്മൾ കണ്ടെത്തുക ഏത് തരത്തിലുള്ള വെപ്പനാണ് ഈ ക്രൈം ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ടൂൾ മാർക്ക് എന്താണെന്നുള്ളത് നമുക്കൊന്ന് ആദ്യം നോക്കാം. സോ ടൂൾ മാർക്സ് ആർ ഇംപ്രഷൻസ് ഓർ മാർക്സ് ദാറ്റ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ എ ടൂൾ ഓർ ഇൻസ്ട്രുമെൻറ്റ് ഓൺ എ റിസപ്റ്റീവ് സർഫസ്. അതായത് ഇത്തരത്തിലുള്ള ഒരു സർഫസിൽ ഒരു ടൂൾ ഉണ്ടാക്കുന്ന മാർക്കിനെയാണ് നമ്മൾ ടൂൾ മാർക്ക് എന്ന് പറയുന്നത്. When the tool or instrument makes contact with the surface with sufficient force to create an indentation, the pattern of the tool is permanently reproduced onto that surface. അപ്പോൾ ഒരു ടൂള് ഒരു സർഫസിൽ സഫിഷ്യൻറ്റ് ഫോഴ്സ് വെച്ച് നമ്മൾ ഇൻഡൻറ്റേഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ടൂളിൻ്റെ പാറ്റേൺ ആ സർഫസിലേക്ക് പെർമനൻ്റ് ആയിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെയാണ് ടൂൾ മാർക്സ് പ്രൊഡ്യൂസ് ആവുന്നത്. ഇനി ടൂൾ മാർക്സിൽ തന്നെ ഈ ഇംപ്രഷൻസ് എങ്ങനെയാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ടൂൾ മാർക്ക് ഇംപ്രഷൻസ് ആർ യൂഷ്വലി മൈക്രോസ്കോപ്പിക് ആൻഡ് ആർ ദ റിസൾട്ട് ഓഫ് ഇംപെർഫെക്ഷൻസ് ഫൗണ്ട് ഓൺ ദ കട്ടിംഗ് സർഫസ് ഓഫ് ദ ടൂൾ. ദീസ് മാർക്സ് ആർ ദ സിഗ്നേച്ചർ ഓർ ഐഡൻറ്റിഫൈയിങ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ സ്പെസിഫിക് ടൂൾ. അപ്പോൾ ആ ടൂളിൻ്റെ സിഗ്നേച്ചറാണ് അതിൻ്റെ ടൂൾ മാർക്ക് എന്ന് പറയുന്നത്. തന്നെ ആ സർഫസിലുള്ള ഇംപെർഫെക്ഷൻസ് ആയിരിക്കും ആ ടൂൾ മാർക്കിൽ റിഫ്ലക്റ്റ് ചെയ്യുക. അപ്പോൾ ഈ ടൂൾ മാർക്സ് നമ്മൾ കാസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, കാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ മോൾഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് കുറേ ഇൻഫർമേഷൻസ് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ആ പാറ്റേണും ഇതെല്ലാം മനസ്സിലാക്കാൻ പറ്റും. ഇതൊരു ഹാമർ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു ടൂൾ മാർക്കാണ്. അതിൻ്റെ പ്ലാസ്റ്റിസീൻ കൊണ്ടുള്ളൊരു കാസ്റ്റിംഗ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനകത്തുള്ള ചെറിയ ചെറിയ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ചേഞ്ചസ് എല്ലാം നമുക്കിതിൽ കാണാൻ പറ്റും. അപ്പോൾ കോമൺലി ജനറലി യൂസ് ചെയ്യുന്ന മോൾഡ്, ഈ കാസ്റ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന മോൾഡ് എന്ന് പറയുന്നത് പ്ലാസ്റ്റിസീൻ, ഡെന്റൽ കാസ്റ്റ്, ലാറ്റക്, വുഡ് മെറ്റൽ, പ്ലാസ്റ്റർ ഓഫ് പാരീസ്, ഇവയൊക്കെയാണ്. അപ്പോൾ നമ്മളുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് മെറ്റൽ ആയിട്ടുള്ള കാസ്റ്റിംഗ് മെറ്റീരിയലാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഉള്ളത് വുഡ്സ് മെറ്റലാണ്. ഈ ഓപ്ഷൻസിലുള്ളത് വുഡ്സ് മെറ്റലാണ്. വുഡ്സ് മെറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അലോയ് ആണ്. ലിപ്പോവിറ്റ്സ് അലോയ് എന്ന് പറയും. അതിന് ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ്. ഇറ്റ്സ് എ കമ്പോസ്റ്റ് ഓഫ് ബിസ്മിത്ത്, ലെഡ്, ടിൻ ആൻഡ് കാഡ്മിയം. അപ്പോൾ വുഡ്സ് മെറ്റൽ എന്ന് പറയുന്നത് ലോ മെൽറ്റിംഗ് പോയിന്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻസിൽ ആൻസർ ആയിട്ട് വരിക മെൽറ്റിംഗ് പോയിന്റ് ഇസ് ലോ എന്നുള്ളതായിരിക്കും. അപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ
ഓപ്ഷൻ സി ആണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.